ഹജ്ജിന് വന്നപ്പോൾ അറഫയിൽ ദാഹിച്ച് വലഞ്ഞ് കുറെ ആളുകൾ മരിച്ചത് കണ്ട് ഒരു രാജ്ഞിക്ക് തോന്നിയ കാരുണ്യം. അതാണ് വാദി സുബൈദ കനാൽ. ഞാൻ അവിടെയാണുള്ളത്. ഇതിന്റെ 10 വർഷത്തോളം എടുത്തു ഈ 40 കിലോമീറ്റർ ഉള്ള ഈ ഒരു കനാല് പൂർത്തിയാകാനായിട്ട്. അതിന്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം. 38 കിലോമീറ്റർ നീളം പൂർത്തിയാക്കാനെടുത്തത് കഠിനാധ്വാനത്തിൻ്റെ 10 വർഷങ്ങൾ. നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടിട്ടും കിടയറ്റ എഞ്ചിനീയറിംഗ് മികവിൻ്റെയും കൃത്യമായ രൂപകൽപ്പനയുടെയും കണിശമായ വൈദഗ്ധ്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒക്കെ പര്യായമായി കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുകയാണ് ഐൻ സുബൈദ എന്ന സുബൈദ കനാൽ. 1200 വർഷങ്ങൾക്ക് മുമ്പ് മിന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിലൊക്കെ ഹാജിമാർ നേരിടുന്ന ജലക്ഷാമം പരിഹരിക്കാൻ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കനാൽ. ഹാജിമാർ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ട് മനം നൊന്ത അന്നത്തെ ബാഗ്ദാദ് ഭരണാധികാരി ഹാറൂൺ റഷീദിൻ്റെ ഭാര്യ സുബൈദ ബിന്ത് അബി ജൗഫറാണ് നൂറ്റാണ്ടുകളോളം കാരുണ്യമൊഴുകിയ ഈ കനാൽ നിർമ്മിച്ചത്. ത്വായിഫിന് സമീപമുള്ള വാദി നൊമാനിലെ മലമുകളിലെ തടാകത്തിൽ നിന്നും കനാൽ നിർമ്മിച്ച് അറഫയിലെ ജബലു റഹ്മയുടെ പരിസരത്തേക്കും അവിടെ നിന്ന് മസാമീൻ താഴ്വരയിലൂടെ മുസ്ദലിഫയിലേക്കും തുടർന്ന് മിനായിലേക്കും അവസാനം മക്ക ഹറമിൻ്റെ പരിസരത്തുള്ള മഹ്ബസ് അൽ ജിന്ന് വരെയും വെള്ളം എത്തിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം. അറഫ ദിനത്തിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് 90% അറഫയിലേക്ക് തിരിച്ചുവിടാനും അറഫ സംഗമത്തിന് ശേഷം അവിടത്തേക്കുള്ള ഒഴുക്ക് നിർത്തി മുസ്ദലിഫയിലേക്കും അതിനുശേഷം വെള്ളം മിനായിലേക്കും ഒഴുകുന്ന അതിശാസ്ത്രീയമായ സംവിധാനങ്ങളായിരുന്നു ഇതിൽ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ചുണ്ണാമ്പ് മിശ്രിതവും പാറക്കല്ലുകളും കൊണ്ട് ഒട്ടും ചോർച്ചയില്ലാത്ത രീതിയിൽ നിർമ്മിച്ച കനാലിൽ വെള്ളം മലിനമാകാതെ സുഗമമായി ഒഴുകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. മഴവെള്ളം ശുദ്ധമാക്കി കനാലിലേക്ക് ഒഴുകിയെത്താനുള്ള സംവിധാനങ്ങളും സ്ഥാപിച്ചിരുന്നു. സർവ്വസമ്പത്തും കനാലിൻ്റെ പൂർത്തീകരണത്തിനായി നീക്കിവെച്ച സുബൈദയ്ക്ക് ഒടുവിൽ തൻ്റെ ആഭരണങ്ങൾ വരെ ഇതിനായി ചെലവഴിക്കേണ്ടി വന്നതായി ചരിത്രത്തിലുണ്ട്. മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകുന്ന വഴിയിൽ സാസ്കോ പെട്രോൾ പമ്പിൻ്റെ എതിർവശത്തുള്ള ചെക്ക് പോസ്റ്റിന് വലതുവശത്തായി വാദി നൊമാനിൽ നിന്നായിരുന്നു കനാലിൻ്റെ തുടക്കം. ഇവിടെ പദ്ധതിയുടെ ഭാഗമായ കിണറുകളും ജലസ്രോതസ്സുകളും ഔക്കാഫ് സംരക്ഷിച്ചിട്ടുണ്ട്. ഹജ്ജ് തീർത്ഥാടകരും മക്ക നിവാസികളും 1950 വരെ കനാലിൽ നിന്നും വെള്ളം കുടിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. ത്വായിഫിലുള്ള ഇക്രിമ അണക്കെട്ടിൽ നിന്നാണ് കനാലിലേക്ക് ജലം കൊണ്ടുവന്നതെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ത്വായിഫിലെ ജലസേചന പദ്ധതികൾക്കായി 72 വർഷം മുമ്പാണ് ഇക്രിമ അണക്കെട്ട് സ്ഥാപിച്ചത് എന്ന ശിലാഫലകം ഈ വാദത്തെ അസ്ഥാനത്താക്കുന്നു. മക്കയിലെ അൽ ഹുദ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പാറക്കെട്ടുകളിലൂടെയും മലഞ്ചെരിവുകളിലൂടെയും കനാലിൻ്റെ ഭാഗങ്ങൾ കേടുകൂടാതെ നിലനിൽക്കുന്നത് കാണാം.